ഒരു ദിവസം ഒരു കോള് വന്നു വീട്ടില്. ഞാൻ ചെന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഞാൻ രവീന്ദ്രനാണ് എന്ന് പറഞ്ഞു. രവീന്ദ്രനാണെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ഞാൻ രവീന്ദ്രൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്റെ വീട്ടില് വീണയുണ്ട്, വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കാം, ഒന്ന് കാണാം. ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ഇവരെല്ലാം കൂടെ പണിയല്ലേ, കൂട്ടുകാരെല്ലാം കൂടെ അങ്ങ് കേറും. പുതിയ സാധനം വന്നിട്ടുണ്ട്, അതല്ലേ അതിന്റെ കുടം പോലും കിട്ടത്തില്ല. അത് കാരണം ഞാൻ പിറ്റേന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കും. അയ്യോ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാല് പിന്നെന്താ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു കൊച്ചാണ്. എന്നുവെച്ചാല് എന്നെ ചിത്രപ്രാന്തി എന്നൊക്കെ വിളിക്കായിരുന്നു കോളേജില്. അത്രയ്ക്ക് ഇഷ്ടം ചിത്ര ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏതോ പ്രിയരാഗം മൂളി ഞാൻ നിൻ സ്നേഹത്തിൻ ഈണം അത് ശ്രുതിയായി തീർത്തു ഞാൻ. ജന്മം സ്വരനദിയായി ഒഴുകുമ്പോൾ കുളിരോളത്തിൻ കയ്യാൽ ഇനി നിന്നെ തഴുകും ഞാൻ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ശോഭ ശിവാനിയാണ്. ടോക്ക് ഫ്രെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. പുതിയ ഒരു സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നു, സ്വപ്നസുന്ദരി എന്ന് പറയുന്നത്. ആ മൂവിയിൽ ഞാൻ നജീം അർഷാദും കൂടെ ചന്ദന മഴ പൊഴിയും എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജിത് സുകുമാരൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ്. ചേട്ടൻ ഒരുപാട് പാട്ടുകൾ ഞാൻ നേരത്തെ പാടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡബ് മൂവി ഹാപ്പി ഡേയ്സിലെ പാട്ട് പാടുന്ന സമയത്താണ് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. ഡയറക്ടർ കടൽ മീനുകൾ ഒരു പടം ഡയറക്ട് ചെയ്യുന്നത്. അതിലുണ്ട്, പാട്ടുണ്ട്. അത് മധുചേട്ടന്റെ കൂടെ ഒരു ഡേറ്റ് പാടിയിട്ടുണ്ട്. നടക്കുന്നേ ഉള്ളൂ, എഡിറ്റിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മ്യൂസിക്കിലാണ് ഇത് പാടിക്കുന്നത്. ഈ അജിത്തേട്ടന്റെ മകളും മ്യൂസിക് ഡയറക്ടറാണ്, ശ്രേയ എസ് അജിത്ത്. അതെ അതെ, അവളുടെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അവളുടെ ഒരു എന്റെ മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയലിന്റെ ടൈറ്റിൽ സോങ് അവള് ഞാൻകിടെ പാടിയൊരു പാട്ടുണ്ട്, നല്ല മിടിക്കാണ്. അപ്പൊ ഈ അജിത്തേട്ടന്റെ കുറേ പാട്ടുകൾ ഇതിനകം തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് പാടിയപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. നജീബും ഞാനും കൂടെ പാടി ചന്ദന മഴ പൊഴിയുന്ന പറഞ്ഞ പാട്ട്. അതിപ്പോ ഒരു 50 ദിവസമൊക്കെ ആവുന്നു. ഇപ്പോൾ ഓടുന്നുണ്ട്, തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഇപ്പൊ അതിന് സത്യജിത്രയുടെ ഒരു ഫിലിം സൊസൈറ്റിയുടെ ഒരു അവാർഡ് 1-ാം തീയതി ഉണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് അവാർഡ് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് അവര് തരികയാണ്. അപ്പൊ അതിന് അവരോട് നന്ദി പറയുക ഈ അവസരത്തിൽ. കാര്യം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഓരോ പാട്ടുകൾ അംഗീകരിക്കപ്പെടുമ്പോ ഒരുപാട് സന്തോഷം. എല്ലാം പാടി ഇങ്ങനെ പോകുന്നല്ലേ, ഏതെങ്കിലും പാട്ടിലെ ഒരു പ്രത്യേകത എല്ലാരും ഇഷ്ടപ്പെട്ടു അഭിപ്രായങ്ങൾ പറയുമ്പോ നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ആ പാട്ട് പാടിയാൽ എന്ന് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പാടുന്ന പാട്ടുകളായിരിക്കും പ്രധാനപ്പെട്ട ഒരു ഇതാവുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുമല്ല അജിത്തേട്ടൻ്റെ പാട്ടുകൾ കുറെ പാടിയപ്പോഴും പല പാട്ടുകളും പാടുമ്പോഴും നമ്മൾ കൂടെ ഒത്തിരി കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു നല്ല റിസൾട്ട് വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമല്ല നമുക്ക് ഭയങ്കര ഫ്രീഡം. അതെ 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 അതെ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ശോഭ ശിവാനി നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറിയില്ല അല്ലു അർജുന്റെ ആര്യ എന്നുള്ള സിനിമയിലെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. അത് പറഞ്ഞോളൂ. അതെ അതെ. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് കുറച്ച് റെക്കോർഡിങ്സ് പാടി തുടങ്ങിയ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്, ചെറിയ ചെറിയ വർക്കുകൾ പാടി വരുന്നുണ്ട്. എന്നിട്ടും എൻ്റെ മാരേജിൻ്റെ സമയമായപ്പോഴൊക്കെയാണ് ഡബ് മൂവീസൊക്കെ പാടാൻ തുടങ്ങിയത്. അപ്പോൾ കിട്ടുന്ന ചാൻസുകളല്ലേ. ഇപ്പം അന്നൊന്നും നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കത് വലിയ അവസരങ്ങളല്ലേ. അതെ അതെ അതെ. അങ്ങനെ നമ്മുടെ രാജീവ് ആലിങ്കൽ പാട്ടെഴുതുന്ന ചേട്ടനാണ് ഇതിൻ്റെ ഡബ് മൂവിയുടെ പ്രൊഡ്യൂസർ ഖാദർ ഹസൻ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്.
അതിനുശേഷം നിലാവ് പോലെ എന്ന് പറയുന്ന പടത്തിൽ പാടി. അതിൽ മധുചേട്ടൻ്റെ കൂടെ ഒരു ഡ്യുവറ്റായിരുന്നു. അപ്പോൾ സാറിന് ആ പാട്ട് ഡ്യുവറ്റ് പാടി എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം തരുന്നത് ആര്യയിലെ പാട്ടാണ്. അതൊരു സോളോ ആണ് എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറേ വരികളുള്ള പാട്ടാണ്. ഒത്തിരി ഇങ്ങനെ കണ്ടിന്യൂസ് പാടിക്കൊണ്ടിരിക്കണം. നീ ഉണ്ടെങ്കിൽ സ്നേഹം സത്യം ഇങ്ങനെ കണ്ടിന്യൂസ് പാടിക്കൊണ്ടിരിക്കുക. അത്രയും നല്ല ലെങ്ത് ഉള്ളൊരു പാട്ടായിരുന്നു. അപ്പൊ അത് മേൽവർഷം പാടുന്നത് മധുചേട്ടനാണ്. അതെ അതെ, മധുചേട്ടൻ പാടുന്നു. അപ്പൊ നമ്മൾ ഫീമെയിൽ പാടുമ്പം കറക്റ്റായിട്ട് നമ്മുടേതായ ഒരു ശൈലിയിൽ അത് പാടണമല്ലോ. അപ്പം നമ്മളൊരു സിംഗറിനൊരു സ്വന്തമായൊരു ശൈലിയുണ്ട്. പക്ഷെ അവർ ഡബ് മൂവി പാടുമ്പോൾ അവർ പറഞ്ഞു തരും ഈ ഒരു രീതി പാടണം, സ്റ്റൈല് മാറ്റി പാടണം, വോയിസ് ചേഞ്ച് ചെയ്ത് പാടണം, ഇങ്ങനെയൊക്കെ പറയും. അതാണ് ഡബ് മൂവി പാടുമ്പോൾ ഉള്ള ഒരു മധുചേട്ടന്റെയും സൗണ്ട് ഒരു ഹസ്കി സൗണ്ടിലാണ് മാറ്റിയിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു ആ പാട്ട് പാടിയപ്പോൾ. സുജാത ചേച്ചിയൊക്കെ പാടുമ്പോൾ ഒരു കൊഞ്ചി പാടേണ്ട ഒരു പാട്ടായിരുന്നു. അപ്പൊ ആ പാട്ട് ഇതുപോലെ പാടിയിട്ട് പാട്ട് ഫീമെയിൽ പാടിയതും ഹിറ്റായി. എല്ലാവർക്കും അറിയാം ആ പാട്ട്. എവിടെ ആരോട് പറഞ്ഞാലും അറിയാം. പക്ഷെ അത് ഞാനാണ് പാടിയെന്ന് ആർക്കും അറിയില്ലല്ലോ. അത് ഭയങ്കര വിഷമാണ്. എല്ലാരോടും ചെന്നിട്ട് നമ്മള് പ്രോഗ്രാമിന് ചെന്നാലും അല്ലു അർജുൻ ഫാൻസ് ഉണ്ടോ, അല്ലു അർജുൻ്റെ ആര്യ മൂവിയിലെ ഏതോ പ്രിയരാഗം പാടി ആ മുളി എന്നുള്ള പാട്ട് ഞാനാണ് എന്ന് പറയുമ്പോൾ അപ്പോഴാണല്ലേ അറിയുള്ളൂ. നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയ പിന്നെ നമ്മളിപ്പോ മാരേജിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് പ്രോഗ്രാം ചെയ്യുന്നതല്ലേ. അപ്പൊ എന്നെ ഗസ്റ്റായിട്ട് വെച്ചിട്ടുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ അതുമെല്ലാം അനൗൺസ് ചെയ്യുമ്പോഴും ഒക്കെ അറിയാമല്ലോ. അങ്ങനെ അറിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പം കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ പാടി ഇപ്പൊ പതുക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കൊണ്ട് വരുന്നു. നമുക്ക് ആ ഒരു പാട്ടിന്റെ 4 വരി കേട്ടിട്ട് പിന്നെന്താ, ഏതോ പ്രിയരാഗം മൂളി ഞാൻ നിൻ സ്നേഹത്തിൻ ഈണം അത് ശ്രുതിയായി തീർത്തു ഞാൻ, ജന്മം സ്വരനദിയായി ഒഴുകുമ്പോൾ കുളിരോളത്തിൻ കയ്യാൽ ഇനി നിന്നെ തഴുകും ഞാൻ. എല്ലാവർക്കും മനസ്സിലാവും ഇത് ആരാ പാടിയെന്നുള്ളത്. ഫസ്റ്റ് റെക്കോർഡിങ് ഏത് പാട്ടിനായിരുന്നു കൊടുത്തത്? സിനിമ എനിക്ക് നവ്യ നായർ അഭിനയിച്ച കണ്ണേ മടങ്ങുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. നവ്യക്ക് അവാർഡ് കിട്ടിയ പടമാണത്. അത് എൻ്റെ അങ്കിള് ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ഏതോ സ്റ്റാഫുകളെല്ലാം ചേർന്നിട്ടാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ മ്യൂസിക്കൊക്കെ ചെയ്ത്. അപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ എൻ്റെ ഒരു മോളുണ്ട്, അവളുടെ പാട്ട് ജസ്റ്റ് അയച്ചു തരാമെന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ പലരും ഓഡീഷനൊക്കെ ചെയ്ത് പാട്ടുകൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനന്ന് പ്രോഗ്രാമിന് പോയേക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നടക്കുക. അന്ന് രാത്രി അവിടെ കോള് വന്നു, നാളെ രാവിലെ സ്റ്റുഡിയോയിൽ എത്തണം, ഒരു പ്രൊഡ്യൂസർ വരുന്നുണ്ട്, ഇപ്പോൾ സോങ് ഒന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞു, മോളുടെ പാട്ടൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അന്ന് കാർമുകിൽ പറഞ്ഞതിനൊക്കെ ഓപ്പണിംഗ് പാടുന്ന സമയമാണ്. അതെ അതെ, അന്ന് പ്രോഗ്രാമിലൊക്കെ അതൊക്കെ ആയിരുന്നു ഓപ്പണിംഗ് പാടുന്നത്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് ചെന്നു. അങ്കിള് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പടത്തിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഡയറക്ടർ പറഞ്ഞൊരു പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണേ മടങ്ങുക ഈ പടത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഈ കാർമുകിൽ വർണ്ണൻ്റെ എന്നുള്ള പാട്ട് ഫുള്ള് പാടി കേൾപ്പിച്ചു. അപ്പം തന്നെ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. SS ഡിജിറ്റലൊക്കെ ട്രിവാൻഡ്രത്തെ SS പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ആ പാട്ട് തരുമായിരുന്നു. കാവ്യക്ക് വേണ്ടിയിട്ടാണ് പാടുന്നതെന്ന് അറിയില്ലായിരുന്നു. നവ്യക്ക് വേണ്ടിയിട്ട്, നവ്യക്ക് വേണ്ടി പാടിയതാണ്. അപ്പം ഇത്രയും നല്ലൊരു നടിക്ക് അഭിനയിക്കുന്ന പടത്തിൽ പാടിയ ഒരു ചാൻസ് ആണ് കിട്ടുന്നതെന്ന് അറിയുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞു മോള് വന്ന് നോക്ക്, ഒരു സിനിമയുടെയാണ്, എന്തായാലും ഒന്ന് പാടി കേൾപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അന്ന് നമ്മൾ കാസറ്റിൽ പാട്ട് അയക്കുക പോലും അല്ല, ഡയറക്റ്റ് പാടി കേൾപ്പിക്കല്ലേ. അപ്പൊ ആ ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ആ പാട്ട് കേട്ടപ്പം തന്നെ എന്നോട് പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്യാം,
SS പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പാട്ട് സ്ട്രേറ്റ് കിട്ടുമായിരുന്നു. കുറേ സിംഗേഴ്സ് പാടി നോക്കി വെച്ചിരുന്നൊക്കെയാണ്. പിന്നീട് ഞാൻ അറിഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടും ആ പാട്ട് ഓഡിഷന് വേണ്ടി കൊടുത്തിരുന്നു എന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം പിന്നെ അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറയുന്ന പടത്തിൽ പാടി, പൃഥ്വിരാജിന്റെ. അത് സഞ്ജീവ് ലാൽ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ചെയ്ത പാട്ടാണ്. തുളസിദാസ് സാറിന്റെ പടം. അതിലൊരു ഡ്യുവറ്റ് അഫ്സലിക്കായിട്ട് പാടിയിട്ടുണ്ട്. കുരുത്തോല പീലി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഡിവോഷണൽ ആയി ടച്ച് വരുന്ന ഒരു പാട്ടാണ്. അപ്പം അതിനുശേഷം ഭഗവാൻ, പിന്നെ കുറച്ച് മൂവികൾ, പിന്നെ വിശുദ്ധ ചാവറയച്ചൻ, അതിലൊരു സോളോ ആണ്. അത് അനിൽ ചേർത്തല അദ്ദേഹത്തിന്റെ രചനയാണ്. ഗിരീഷ് നാരായൺ മ്യൂസിക്. അങ്ങനെ നല്ലൊരു പാട്ടായിരുന്നു അത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേറെ പടങ്ങളൊക്കെ പാടുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പുറത്തോട്ട് വരുന്നില്ല. കാര്യം പല പടങ്ങളും നമ്മൾ പാടി വെച്ചാലും ചിലപ്പോൾ ഇറങ്ങാറില്ല, പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിയാറില്ല. അതൊക്കെ അങ്ങനെ നമ്മൾ പാടിയിട്ടുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. വെളിച്ചം കാണാതെ പോകുന്ന അങ്ങനെ പടങ്ങൾ പാടിയിട്ടുണ്ട്. നവ്യയുടെ ഈ പടത്തിന് സ്റ്റേറ്റ് അവാർഡ് ഈ പാട്ടിനല്ലേ കിട്ടിയത്? അല്ല, നവ്യക്കാണ് കിട്ടിയത്. പിന്നെ ഇപ്പം ഇറങ്ങിയ പടമാണ് ഇത്, സ്വപ്നസുന്ദരി എന്ന്. പിന്നെ കടൽമീനുകൾ പാടി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പടം വേറെ വരുന്നുണ്ട്. നമ്മളിപ്പോ അങ്ങനെ സിനിമയുടെ കാര്യങ്ങളായതുകൊണ്ട് റെക്കോർഡിങ്സ്, ഡിവോഷണൽ ആൽബംസ് ഒക്കെ പാടുന്നുണ്ട്. ഈ ഉള്ളിലെ ഗായികനെ പുറത്തോട്ട് വലിച്ച് കൊണ്ടുവന്നതാരാ? കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ ഒരു അറബ് മാഷാണ്. ശരിക്കും പറഞ്ഞാൽ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല ഞാൻ പാടും. എന്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് പാട്ട് പഠിപ്പിച്ചത് കേട്ടോ. ചേച്ചിയാണ് പാടുന്ന് അവർക്ക് തോന്നിയിട്ടുള്ളത്, അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പോൾ ചേച്ചി സംഗീതം പഠിപ്പിക്കുക. അപ്പോൾ അടുത്ത് നിന്നിരുന്ന് ഞാൻ വെറുതെ കേട്ടിരിക്കുമായിരുന്നു കുഞ്ഞു കുട്ടിയായിട്ട്. അപ്പോഴൊന്നും അവർക്കറിയില്ല. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും സ്കൂളിൽ പ്രെയറൊക്കെ ഉണ്ടല്ലോ, അപ്പം അത്യാവശ്യം പാടുന്നവരൊക്കെ പ്രെയർ ചൊല്ലാറുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് വിളിച്ച് ഓരോരുത്തരെ പാടിച്ച് നോക്കി. അറബ് പഠിപ്പിക്കണ മാഷാണ്. മാഷ് അത്യാവശ്യം പാടും. അപ്പോൾ മാഷിപ്പോൾ ഇങ്ങനെ ഈ ഒരു മാപ്പിളപ്പാട്ട്, ഉണ്ടു സഖി ഒരു കുലമുന്തിരി എന്നുള്ള പാട്ട് വെറുതെ എനിക്ക് പാടിപ്പിച്ച് നോക്കി. അവള് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ അച്ഛനോട് പറഞ്ഞു. അവൾ അത്യാവശ്യം പാടുന്നുണ്ട്. ഞങ്ങള് സ്കൂളിൽ ഇപ്പം അവിടെ പാടി ജയിച്ചു. അവിടെ പ്രൈസ് ഉണ്ടായിരുന്നു. സബ് ജില്ലയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും ഞാൻ വീട്ടിൽ പാടാൻ പറഞ്ഞാലും പാടുന്നില്ലല്ലോ, ചമ്മലാണ് പാടാൻ. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പാടാൻ പറയുമ്പം ചമ്മിയിരിക്കുക. അപ്പൊ സാറ് പറഞ്ഞു അവള് എന്നിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. സബ് ജില്ലയിൽ പോയിട്ട് പ്രൈസ് അവിടെയും ഫസ്റ്റ് കിട്ടി. വന്നപ്പോഴാണ് വീട്ടിലെല്ലാവർക്കും അതാ അപ്പൊ ശരിയാണ് സാറ് പറയുന്നേ. പിന്നെ വീട്ടിൽ പാടിപ്പിച്ചപ്പോ എനിക്കും ഒരു കോൺഫിഡൻസ് വന്നു. പ്രൈസ് ഒക്കെ ഉണ്ടുസഖി ഒരു കിലോമീറ്റർ ആ പാട്ടാണ് പാടിയത്. അപ്പൊ അങ്ങനെ അറബ് മാഷാണ് വീട്ടിൽ തന്നെ അറിയിക്കുന്നത് പാടും എന്നുള്ളത്. അതിനുശേഷം പിന്നെ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അച്ഛൻ പിന്നെ എപ്പോഴും എന്നെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ അച്ഛനറിയാം ഇവളെ പാട്ട് പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ട് പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ പതിയെ വിട്ടു കളഞ്ഞു. എൻ്റെ പുറകെ ആയി. പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തു. അങ്ങനെ അന്ന് മുതൽ അച്ഛൻ്റെ പ്രോത്സാഹനമാണ്. അച്ഛൻ പിന്നെ ജീവൻ കളയും. പാട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എവിടെ ഒരു ചാൻസ് ഉണ്ടെങ്കിലും കൊണ്ടുപോകും, മത്സരിപ്പിക്കും. അവിടെ എല്ലാം പ്രൈസ് മേടിക്കണം. പിന്നെ അടുത്ത റെക്കോർഡിങ്ങിന് പാടണം. റെക്കോർഡിങ്ങിന് ഉള്ള അവസരം എവിടെ കിട്ടിയാലും അച്ഛൻ എത്ര ബുദ്ധിമുട്ടിയാലും കൊണ്ടുപോകും. അങ്ങനെയാവുന്ന ആകാശവാണിയിലെ അത് തന്നെ. അങ്ങനെ വളരെ ചെറുതിൽ മറ്റേ ബാലലോകം അങ്ങനത്തെ പരിപാടികളൊക്കെ ആകാശവാണിയിലുണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ആ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നോ? ഇല്ലല്ല, ഞങ്ങള് അഞ്ചൽ എന്ന് പറഞ്ഞിട്ട് കൊല്ലം ജില്ല അഞ്ചൽ, അവിടെയാണ്. അവിടെ ഒരു ഗ്രാമമല്ലേ. അപ്പൊ അവിടത്തേക്ക് ആൾക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വളർന്നു വന്നത് കേട്ടോ. എല്ലാം എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി ഒരിടത്തിരിക്കുക, എങ്ങും വിടത്തില്ല, ഒറ്റയ്ക്കൊക്കെ വിടൂല, അങ്ങനെയൊക്കെ ആയിട്ട് പല ചാൻസുകളും പോയിട്ടുണ്ട്. പിന്നെ എല്ലായിടും അച്ഛൻ തന്നെ കൊണ്ടുപോകണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡും എവിടെ പോയാലും ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതെനിക്കും ഭയങ്കര നിർബന്ധം കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ
പിന്നെ നമുക്കത് ചില സമയങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആലോചിക്കുമ്പോ വിഷമമുണ്ട്. ആ ഒരു സപ്പോർട്ട് കിട്ടാന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതെ, പിന്നെ എന്റെ കൂടെ എപ്പോഴും വരാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അത് അവിടെയെന്ന് ശരിക്കും അപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ മോളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവൾക്ക് പാട്ട് പാടാൻ അത്ര ഒരു താല്പര്യമില്ല. ചെറുതിൽ LKG-ലൊക്കെ പാടുമായിരുന്നു. കുറച്ച് വളർന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ റെക്കോർഡിങ്ങിനൊക്കെ വന്നിട്ടാണോ എന്തോ അവൾ അമ്മ പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചമ്മി മാറിയിരിക്കുക. പക്ഷെ പാട്ട് ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മള് ഇപ്പം ഒരു ഇൻസ്ട്രുമെന്റിനോടൊക്കെ താല്പര്യം കാണിച്ചപ്പോ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലേ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മൈൻഡാണ്. വരപ്പ്. പാട്ട് പഠിക്കുന്നില്ലേ മോള്? പാട്ട് പഠിക്കുന്നില്ല. അവൾ എന്തായാലും നമ്മൾ വിളിച്ചാലും വരില്ല. അവളൊരു താല്പര്യം കാണിക്കുന്നില്ല. ഉള്ളില് താല്പര്യം ഉണ്ടാവും. ഒരു സമയത്ത് പുറത്തേക്ക് വരും അത്. അതന്നെ വിദ്യാധര മാഷ് പറയും മ്യൂസിക് എന്തായാലും ഉണ്ടല്ലോ ഉള്ളില്, അതൊക്കെ വന്നോളൂ, സമയത്ത് വന്നോളൂ എന്ന് മാഷ് പറയും. അതിന്റെ ഇടയ്ക്ക് റിയാലിറ്റി ഷോയില് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റിയാലിറ്റി ഷോയിൽ ഈ ഹംസധ്വനി പ്രോഗ്രാം അത് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ്, കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അന്നത്തെ റിയാലിറ്റി ഷോ എങ്ങനെയായിരുന്നു? അന്ന് എനിക്ക് തോന്നുന്നു സെലക്ഷൻ പ്രോസസ് എങ്ങനെയാ? അന്ന് അങ്ങനെ സെലക്ഷൻ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ കോളേജിൽ നിന്നാണ് കോളേജിൽ നിന്ന് നന്നായിട്ട് പാടുന്ന കുട്ടികളെ വിടുന്നു. അവിടെ ചെന്ന് പറയുന്ന നമ്മൾ പഠിക്കേണ്ട പാട്ടുകൾ പഠിച്ചു പാടുന്നു. ഇതുപോലുള്ള ഗ്രൂമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വീട്ടിൽ നിന്ന് വരുന്നു, കേറുന്നു, പാടുന്നു. എവിടെ സ്റ്റേജ് ഫുൾ ആൾക്കാർ ക്രൂ എല്ലാവരും നിൽക്കുമ്പോ അന്ന് എനിക്ക് തോന്നുന്നു ബിജു ചേട്ടനാണ് അന്ന് ആങ്കർ ചെയ്തത്. അന്ന് സിനിമയിൽ വന്ന സമയം രവീന്ദ്ര മാഷ് പാടിച്ച് 10 വെളുപ്പിന് പാടിയ ആദ്യ ആ സമയാണ്. ഓ ശരിയാ. അപ്പോഴ് ബിജുചേട്ടനാണ് ആങ്കർ ചെയ്യുന്നത്. ഞാനൊക്കെ പാടുമ്പോ ചേട്ടന്. അപ്പൊ ഞാൻ അന്നൊക്കെ എല്ലാ പാട്ടും കാണാതെ പഠിച്ച് പാടും എന്ന് പറഞ്ഞിട്ട് ബിജുചേട്ടൻ അന്ന് എല്ലാ പാട്ടും കാണാതെ പഠിച്ച് പാടും. ഇപ്പൊ ഈ അടുത്ത് രവീന്ദ്ര സംഗീതോത്സവത്തിന് വന്നപ്പോൾ അഴകേന്നുള്ള പാട്ട് പാടി ഞങ്ങൾ അടുത്തെടുത്ത്. അപ്പൊ ഡുവറ്റായിരുന്നു. അപ്പൊ ലിറിക്സ് ഒന്നും വേണ്ടല്ലേ, ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചിരിക്കും. പക്ഷെ ഇപ്പൊ പറ്റിയിട്ട് കേട്ടോ, ഇപ്പം എനിക്കങ്ങനെ കണ്ട് പാടാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ വന്ന് ലൈവ് പാടി വന്നിരുന്നെങ്കിൽ എല്ലാ പാട്ടും കാണാം. ഇപ്പൊ എല്ലാ കുട്ടികളും റിയാലിറ്റി ഷോയിൽ കാണാനില്ല പാടുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു പ്രാക്ടീസ് ഗ്രൂമിങ് കൊടുക്കുമ്പോ തന്നെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസോടെ പാടാൻ പറ്റും. ഈ ബുക്കിലൊക്കെ നോക്കി അല്ലെങ്കിൽ ടാബിലൊക്കെ നോക്കിയിട്ട് ശ്രദ്ധ അങ്ങനെയൊക്കെ പോകും. നമുക്ക് കുറച്ച് കോളേജിലായിരുന്നു ആ പ്രോഗ്രാം നടക്കുന്നത്, റിയാലിറ്റി ഷോ. കോളേജിൽ നിന്ന് എനിക്ക് ട്രിവാൻഡ്രത്താണ് അതിന്റെ സ്റ്റുഡിയോ. അതൊരു ഓപ്പൺ സ്റ്റുഡിയോ ഇതിന് വേണ്ടി ഷൂട്ടിന് വേണ്ടി എടുത്ത, എന്ന് ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പൊ ഈ കോളേജ് ത്രൂ ആണ് വരുന്നത്, കോമ്പറ്റീഷൻ വരുന്നത്? അവിടുന്ന് സെലക്ട് ചെയ്ത് വിട്ടു. കോളേജുകളിൽ നിന്നല്ല, പലയിടത്തുനിന്നുണ്ട്. പക്ഷെ നമ്മുടെ കോളേജില് ടീച്ചേഴ്സ് ഇപ്പം ഞാൻ പാടും അല്ലെങ്കിൽ വേറെ 2-3 കുട്ടികൾ പാടുന്നു എന്ന് കണ്ടപ്പോ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അപ്പൊ എന്തായാലും പോണം. ശോഭയും കൂടെ പോണമെന്ന് പറഞ്ഞു. അവിടുന്ന് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ശോഭയും കൂടെ അതിനകത്ത് അറ്റൻഡ് ചെയ്യിപ്പിക്കണം, അവൾക്ക് വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കൂടുതൽ നമുക്കങ്ങനെ ആരും സപ്പോർട്ട് ചെയ്ത് ഈ ഫീൽഡിലേക്ക് പാട്ടിലേക്ക് ഒന്നും വളർത്തിക്കൊണ്ടുവരാൻ ആരുമില്ല എന്നൊക്കെ ഉള്ളത് ടീച്ചറിനൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവര്. ഇപ്പൊ വീണയൊക്കെ തന്നെ ക്ലാസ്സിൽ സബ് വീണയാണ് ഞാൻ പഠിച്ചത്, BA മ്യൂസിക്കിന്. അപ്പൊ ഇൻസ്ട്രുമെന്റും ഉണ്ട് കയ്യില്. അന്നൊക്കെ എക്സാമിനൊക്കെ നല്ല മാർക്കൊക്കെ മേടിച്ചു. ആ സമയത്തൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ അത് നമ്മള് ഉപയോഗിക്കുന്നില്ലല്ലോ, പ്രാക്ടീസ് ഇല്ല. അത് പറഞ്ഞാൽ എന്റെ വീട്ടില് വീണയുണ്ട്, വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കാം, ഒന്ന് കാണാം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണ്ടേ. വിരളൊക്കെ അന്ന് നല്ല തഴമ്പൊക്കെ വായിച്ച്. ഇപ്പൊ അതെന്താ സമയം കിട്ടാത്തോണ്ടാണോ അതോ താല്പര്യമില്ലാത്ത? കുറെ ഗ്യാപ്പ് വന്നിട്ടാണ് നമ്മൾ പിന്നെ അത് പഠിക്കുക. കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്കത് മറക്കത്തില്ലായിരുന്നു, വിരലിന് വേദനയും വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അന്ന് സ്വന്തമായിട്ട് വീണ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചപ്പോ സമയമില്ല, എന്തോ ഒരു ടഫ് ആയതുപോലെ തോന്നുന്നു. അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഓൾറെഡി വായിക്കുന്ന ആളല്ലേ. അതെ. അന്ന് എക്സാമിന്റെ സമയത്ത് അന്ന് പിന്നെ പഠിക്കാനുള്ളതല്ലേ, നമുക്ക് വായിച്ചല്ലേ പറ്റുള്ളൂ.
പക്ഷെ അത് എല്ലാവരോടും പറയാനുള്ളത് അത് ഇങ്ങനൊരു കോളേജിലൊക്കെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ട് കളയരുത് എന്ന് പറയുമായിരുന്നു. എൻ്റെ പല ഫ്രണ്ട്സും വീട്ടിൽ വീണ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അന്ന് പഠിക്കാൻ വേണ്ടി വായിച്ചു വിട്ടുകളഞ്ഞ ആൾക്കാരുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയെ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ അല്ലേ? ദക്ഷിണാമൂർത്തി സ്വാമി ആകാശവാണിയിലെ പിന്നെ ലൈറ്റ് ഗ്രൂപ്പ് സോങ്ങിന്റെ ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ പേര് ഉണ്ടല്ലോ, അപ്പൊ കൂടുതൽ പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. മാഷ് പറഞ്ഞു തരും. പാട്ട് പഠിപ്പിക്കുന്നൊക്കെ ഭയങ്കര അനുഭവമാണ് കേട്ടോ. പാട്ട് പഠിപ്പിക്കാനുള്ള അനുഭവം അവിടെ ഗ്രൂപ്പ് സോങ് സാറ് അവിടെ ഇരുന്ന് പാട്ട് പറഞ്ഞു തരുമല്ലോ. തലേ ദിവസം റിഹേഴ്സല്, പിറ്റേന്ന് റെക്കോർഡിംഗ് അല്ലേ. അങ്ങനെയാണ് അവിടുത്തെ നിയമം. അവിടെ ഇപ്പോഴും പഴയ പോലെ റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോഴും എല്ലാവരും ഒന്നിച്ചാണ് ലൈവ് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ പാടി ഒരു പാട്ട് ലാസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ഫുള്ളും പാടണം. അതാണ്, അത് വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ പക്ഷെ ആകാശവാണിയിൽ എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും. കാര്യം നമുക്ക് ആ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എപ്പോഴും നമ്മുടെ ടെക്നിക്കലി കുറെ കാര്യങ്ങൾ ഇപ്പൊ 2 വരി വെച്ച് പാടി കുറച്ച് തെറ്റിയാൽ അടുത്ത, അല്ലെങ്കിൽ നല്ലത് എടുത്തിടാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഈ ഫീല് കുറയും പാട്ടിന്റെ. സ്വാമി പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾ പിന്നെ? സ്വാമി പറഞ്ഞു തന്നിട്ടാണ്. സ്വാമി പാടി തരുന്നതെന്ന് പറഞ്ഞാല് പാടിത്തരുന്ന അടുത്ത നിമിഷം വേറെ പ്ലാൻ വരും. ഇപ്പൊ ഒരു സംഗതി പറഞ്ഞു തരികയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം വീണ്ടും അത് പാടുമ്പോൾ സ്വാമിക്ക് വേറെ ഐഡിയാസ് വരും. അപ്പൊ നമ്മളത് കറക്റ്റ് നൊട്ടേറ്റ് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ഇതാണ്. അത്ര ലെജൻസ് ആയിട്ടുള്ള. ആകാശവാണിയിൽ വേറെ ലെജൻസിനൊക്കെ ആരെയൊക്കെയാ കണ്ടിരിക്കുന്നത്? എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട്, ലൈറ്റ് മ്യൂസിക്, ലളിത സംഗീത പാടമൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. മയങ്ങിപ്പോയി മയങ്ങിപ്പോയി എന്നൊരു പാട്ടുണ്ട്, അരുന്ധതി മിസ്സും പാടിയ പാട്ടാണ് അത്. അതൊക്കെ പഠിക്കാൻ ലളിത സംഗീത പാഠം പഠിച്ചിട്ട് ചിലപ്പം അത് വാദ്യവൃന്ദത്തോടെ പാടുന്ന ഓർക്കസ്ട്രയിൽ പാടുന്നത് ചിലപ്പോൾ അവര് തന്നെ പാടും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സിംഗർ ആയിരിക്കും പാടുന്നത്. അങ്ങനെ ലെസണിൽ ഞാൻ മയങ്ങിപ്പോയി എന്നുള്ള പാട്ട് പഠിച്ചു. വിത്ത് ഓർക്കസ്ട്രയില് അരുന്ധതി മിസ് പാടി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആകാശവാണിയിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ട്രെയിനിങ് സെന്റർ പോലെയൊക്കെ ആയിരുന്നു അല്ലേ? അതെ. ആകാശവാണി നല്ല പ്രോത്സാഹനമാണ്. ആകാശവാണിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെ തുടക്കം. അവിടെ എ ഗ്രേഡ് കിട്ടി. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ മ്യൂസിക് കോമ്പറ്റീഷനിൽ വിന്നറായിരുന്നു. പിന്നെ അന്നാണ് ദക്ഷിണ സ്വാമിയുടെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടുന്നത്. സ്വാമി തന്നെയാണ് തന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ SN വിമൻസിൽ മാതൃഭൂമി കലോത്സവം അല്ല, അതിന് ദാസാറാണ് നമുക്ക് ടീം ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. നമുക്ക് പ്രൈസ് തരുന്നത്. അതിൽ വിന്നറായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് സോങ്ങിന്. യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് ഗ്രൂപ്പ് സോങ്ങിന്റെ ജഡ്ജ്മെന്റിന് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു. അന്ന് ദാസാറിനെ കാണാൻ പറ്റി. അതേപോലെ തന്നെ ചിത്ര ചേച്ചിക്ക് വേണ്ടിട്ട് കുറെ ട്രാക്ക് പാടിയിട്ടുണ്ട് അല്ലേ? ചിത്ര ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗായിക അല്ലേ? കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അതൊക്കെ. ആ ഒരു സൗഭാഗ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ മതി. കാര്യം വളരെ ചെറുപ്പത്തില് എനിക്കിതെല്ലാം കിട്ടി, കൈ വന്നു. പക്ഷെ അത് നമുക്കങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. പല പല കാരണങ്ങൾ അതിനകത്ത് വന്നു. നമുക്കത് മിസ്സായി പോയി. അതൊരു വലിയ ദുഃഖമാണ്. എന്നുവെച്ചാൽ പാടി തുടങ്ങിയപ്പോഴേ തന്നെ ആൽബംസ് എല്ലാം പാടുന്ന സമയത്ത് തന്നെ ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടാനുള്ള ഒരു ചാൻസ് വന്നു. അപ്പോൾ പുളിയിലക്കരയിലും പുഴവചിറ്റിയ പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടർ R സോമശേഖര മാഷാണ് എന്നെ ഫീൽഡിൽ കൊണ്ടുവന്നത്. അപ്പോൾ സാറിൻ്റെ സീരിയൽ ഗാനങ്ങളെല്ലാം ചന്ദ്രോദയം എന്ന് പറയുന്ന പാട്ട് ദൂരദർശനിൽ വന്നു. അതിന് 2003 മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു. ചന്ദ്രോദയം 2003. അപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്താണ് ചിത്ര ചേച്ചിക്ക് വേറെ ചാനൽസിലൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ കുറേ സീരിയലിൻ്റെ ടൈറ്റിൽ സോങ്ങുകൾ പാടാൻ ഈ സാറ് കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടിപ്പിക്കാനായിട്ട് ചെന്നൈയിൽ പോകുന്നുണ്ട്. ആ സമയത്ത് സ്വന്തം എന്ന് പറയുന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ വന്ന് സ്വന്തം എന്ന് പറയുന്ന സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് പാടാൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ട്രാക്ക് പാടിച്ചു. ആരോമലമ്പളി പൈതലേ എന്നുള്ള പാട്ട്.
ആ ട്രാക്ക് കണ്ട് ചെന്നൈക്ക് ചെന്നപ്പോൾ ചേച്ചി അത് പാട്ട് കേട്ടിട്ട് ഈ കുട്ടിക്ക് തന്നെ കൊടുത്തേക്ക്, അവള് നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ചിത്ര ചേച്ചിനെ കൊണ്ട് പാടിക്കുമെന്ന് പറയുമ്പോ പ്രൊഡ്യൂസറൊക്കെ അത്രേ ഇതായിട്ടിരിക്കുന്നല്ലേ. ഇപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞാലും അവർക്കൊരു താല്പര്യം ഉണ്ടല്ലോ അവര്. അപ്പൊ മാഷ് പറഞ്ഞു അവൾക്ക് വേറൊരു പാട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, സോമശേഖരൻ മാഷ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ട്രാക്കുകൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ചേച്ചിയായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഫോൺ നമ്പരൊക്കെ കിട്ടിയിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പലപ്പോഴും ചോദിക്കും, നിനക്ക് ആ പാട്ട് തന്നോന്ന് ചോദിക്കും. മാഷിനോട് ചോദിക്കാം, അവൾക്ക് ആ പാട്ട് കൊടുത്തോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചന്ദ്രോദയം എന്നുള്ള പാട്ടിന്റെ അത് 7 Hours അതായിരുന്നു. അതും ചിത്ര ചേച്ചി കൊണ്ട് പാടിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ ആ പാട്ട് ട്രാക്ക് പോലെ ഞാൻ പാടി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാരും പറഞ്ഞു അവർക്ക് ഇതിന് സ്ട്രേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് കിട്ടുന്നത്. അപ്പൊ ചിത്ര ചേച്ചി വിളിക്കുമ്പോൾ ചോദിച്ചു, ആ പാട്ട് നിനക്ക് തന്നോന്ന് ചോദിച്ചു. അപ്പൊ അത് അന്ന് ആ സമയത്ത് അത് തന്നല്ലോ എനിക്ക് ആ പാട്ട്. അതിനുശേഷം പിന്നെ ചിത്ര ചേച്ചിയായിട്ട് എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചി പറഞ്ഞു, നിനക്ക് നല്ല ഈ ഇടയ്ക്ക് ഇങ്ങനെ ചെന്നൈയിലേക്ക് വരാമോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ വന്നാൽ ഞാൻ പാട്ടൊക്കെ പാടിക്കാമല്ലോ, പിന്നെ എൻ്റെ സ്റ്റുഡിയോയിൽ വർക്കൊക്കെ ഉണ്ട്, ഇപ്പോൾ പാടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് കൊടുക്കാൻ പറഞ്ഞു, ഫോൺ കൊടുക്കുകയെന്ന് പറഞ്ഞു. അന്ന് ലാൻഡ് ഫോണൊക്കെ ഉള്ള സമയം, മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പം അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ മാഡം വിളിച്ചാൽ മതി, എപ്പോൾ വേണേലും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ചെന്നൈയിലൊക്കെ ഒന്ന് പോയി എനിക്ക് വേണ്ടി അവിടെ പോയി സെറ്റിൽ ആവുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറെ നല്ല നല്ല അവസരങ്ങൾ എനിക്ക് കിട്ടിയേനെ. ചേച്ചി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തേനെ. അപ്പൊ അന്ന് എൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് ചേച്ചി ഇങ്ങനെ പറയും, എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു, നിന്റെ ശബ്ദമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ കിട്ടുന്നത്. പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അപ്പൊ തന്നെ ഓടിപ്പോകൂടെ. കാര്യം ഞങ്ങള് 4 പെൺകുട്ടികളാണ് വീട്ടില്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു ആയുർവേദിക് ഫിസിഷ്യനാണ്, മിലിറ്ററിയിൽ ജോലി ഉണ്ടായിരുന്നു. ഇത് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ആയുർവേദമൊക്കെ ചെയ്ത് പഠിച്ചു, ഹോസ്പിറ്റലിലിട്ടു. അപ്പൊ അതൊക്കെ വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, ഈ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ചെന്നൈയിലൊന്നും പോയി സെറ്റിൽ ആവാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടം വ്യത്യാസമാണല്ലോ. അതെ, നമുക്കത് പ്രൊഫഷണൽ ആക്കി എടുക്കാൻ അറിയ ഒരു കൺഫ്യൂഷൻ ആണ്, വേണ്ടോ എന്നൊക്കെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് മോഹൻ സിത്താര സാറിന്റെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്ന പടത്തിലൊക്കെ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. അതില് മംഗളം നേരാഞ്ഞ അങ്ങനെ ഒരു പാട്ടായിരുന്നു, ചേതനയിൽ വന്ന് പാടിയിട്ടുണ്ട് മോഹൻ സിത്താര സാറിന്റെ പാട്ട്. പിന്നെ അതുപോലെ രവീന്ദ്ര മാഷായിട്ടുള്ള ബന്ധം തന്നെ കിട്ടുന്നത് ശരത്തേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നൈയിൽ പോയി ശരത്തേട്ടൻ്റെ കമ്പോസിങ്ങിൽ പാടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ശിവാനി എന്നുള്ള പേര് ശിവാനി എന്നുള്ള പേര് ശരത്തേട്ടൻ ഇട്ട പേരാണ്. അപ്പോൾ രവീന്ദ്ര മാഷിന്റെ ഒരു പാട്ട് പാടാൻ, രവീന്ദ്ര മാഷിന്റെ പാട്ടുകളോടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. എല്ലാവരുടെയും പാട്ട് ഇഷ്ടമാണ് എങ്കിലും മാഷിന്റെ പാട്ടുകളോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മാഷിന്റെ ഒരു പാട്ട് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അറിയാം എനിക്കിങ്ങനെ രവീന്ദ്ര മാഷ് കട്ട ഫാനാണെന്നൊക്കെ അറിയാവുന്ന, ഒരു കോളേജിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഒരു ദിവസം ഒരു കോള് വന്നു വീട്ടില്. ഞാൻ ചെന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഞാൻ രവീന്ദ്രനാണ് എന്ന് പറഞ്ഞു. രവീന്ദ്രനാണെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ഞാൻ രവീന്ദ്രൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും കോൾ ചെയ്തു, ഞാൻ രവീന്ദ്രനാണ്, എന്നെ വെറുതെ പറ്റിക്കാനാണോ നീ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ സാക്ഷാൽ രവീന്ദ്രനാണോ, സംഗീത സംവിധായകനാണ് എന്ന് പറഞ്ഞു. ഞാനാകെ വല്ലാത്തൊരു വിറച്ചു പോയി. ഞാൻ സോറി സാറ് എവിടുന്ന് എങ്ങനെ എന്റെ നമ്പരൊക്കെ എങ്ങനെ കിട്ടി? അപ്പൊ സാർ എന്താ പറയുന്നത്, ദൂരദർശനില് എനിക്കൊരു മാഷിന്റെ പ്രോഗ്രാമുകൾ വെച്ചിട്ട് സോമശേഖര മാഷ് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു ദൂരദർശൻ ചാനലില്. അതിൽ ആ സമയത്ത് ഇറങ്ങിയ ഏപ്രിൽ 19 ശരപ്പുളി മാല ചാർത്തി എന്നുള്ള ആ പാട്ട് എനിക്ക് സെലക്ട് ചെയ്ത് അവര് തന്ന പാട്ടാണത്. പക്ഷെ ഡ്യൂറ്റ് അല്ലേ. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അത് ഡ്യൂറ്റ് ആണല്ലോ, അയ്യോ മെയിലാരും പാടാനില്ല, എന്നാ പിന്നെ ആ പാട്ട് കട്ട് ചെയ്യാം, നമുക്ക് വേറെ പാട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടത് പഠിക്കുകയും ചെയ്തു. പഠിക്കുമ്പോ ഒരു പാട്ട് ഫുള്ള് പഠിക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഞാനത് ഒറ്റയ്ക്ക് പാടിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അത് അത്രയും കാലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. വളരെ കോൺഫിഡന്റോട് കൂടി പറഞ്ഞു, എനിക്ക് ആരും കൂടെ ഇല്ലെങ്കിലും പാടിക്കോളാന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ പഠിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് കരുതി ഞാനത് ഒറ്റയ്ക്ക് പാടിക്കോളാന്ന് പറഞ്ഞു പാടിയത്. ആ പാട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ട് ഇത് സാറ് കേട്ടു. സാറ് വീട്ടിലിരുന്ന് കേട്ടു. അന്ന് ദൂരദർശൻ ചാനൽ മാത്രമേ ഉള്ളൂ, മറ്റു ചാനൽസ് വന്നിട്ടില്ലല്ലോ. അപ്പൊ സാർ അത് കേട്ടു ആ പാട്ട്. അപ്പൊ സാറ് ഡയറക്ടറെ, സ്റ്റേഷൻ ഡയറക്ടറെ വിളിച്ചു, എന്റെ നമ്പർ മേടിച്ചു. എന്നിട്ടാണ് എന്റെ ഫോണിൽ വിളിച്ചത്. സാറ് പറയുമ്പോഴാണ് ഞാൻ ഡയറക്ടറെ വിളിച്ച് നിന്റെ നമ്പർ മേടിച്ചു, അതിൽ പാടിയ ശോഭ നീയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ പാട്ട്. ആ സിനിമ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അത് ഒറ്റയ്ക്ക് ഒരാൾ പാടുന്നത് കേൾക്കുന്നത്. വളരെ നന്നായിട്ട് പാടി. പാസ്പോർട്ട് ഉണ്ടോ നിനക്ക്, എടുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛന് മാത്രമേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ എടുത്തു. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, വിളിക്കാം, പിന്നെ എന്തായാലും നന്നായി വരട്ടെ. അപ്പൊ എനിക്ക് പിന്നെ കണ്ണീരൊക്കെ വന്നു, എന്തൊക്കെ പറയണമെന്ന് അറിയാമോ സന്തോഷം കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാർ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സാറിന്റെ പ്രോഗ്രാമിൽ പാടാൻ വിളിച്ചു. പിന്നെ സാറിന് ആദ്യമായിട്ട് കണ്ടത് എപ്പോഴായിരുന്നു? സാറിനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ശരത്തേട്ടൻ്റെ കാര്യം പാട്ട് പാടിയെന്ന് പറഞ്ഞില്ലേ, അതും രവീന്ദ്ര മാഷ് വഴിയാണ്. രവീന്ദ്ര മാഷിനൊരു പാട്ട് ഞാൻ അന്നൊക്കെ കാസറ്റിൽ പാട്ട് പാടി അയച്ചു കൊടുക്കുക. അതപ്പോൾ ശരത്തേട്ടൻ്റെ അനിയൻ രഞ്ജിത്തേട്ടൻ നല്ലൊരു മ്യൂസിഷ്യനാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റാണ്, SNL പഠിച്ച. അപ്പോൾ അവൾക്ക് എന്നെ ഈ പാട്ട്, എൻ്റെ പാട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കണം, അറിയിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ളൊരു ഫ്രണ്ടാണ് അവള്. അപ്പോൾ അവള് പറഞ്ഞു നല്ലൊരു പാട്ട് നീ പാടി, രവീന്ദ്ര മാഷ് ഒരു പാട്ട് പാടി അയക്ക്. അപ്പോൾ അവളങ്ങ് ചെന്നൈയിലേക്ക് പോയല്ലോ, മാരേജ് കഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പോഴും ഹിറ്റായിരുന്ന മഴയിലെ പാട്ട്, വാർമുകിലേ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്തു അയച്ചു. അവൾക്ക് അയച്ചു കൊടുത്തു. അവള് മാഷിനെ കേൾപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് കേൾക്കുന്ന സമയത്ത് ശരത്തേട്ടനും കേൾക്കുന്നുണ്ട്, കേട്ടു. അപ്പൊ ശരത്തേട്ടന് ഇതിന് ഒരു പാട്ട് കൊടുക്കാം എന്നപ്പോ തോന്നുമായിരുന്നു. ആ പാട്ടാണ് ശരത്തേട്ടന്റെ ഒരു പാട്ട് കിട്ടാനൊരു കാരണം. അപ്പൊ ആ സമയത്ത് സ്നേഹദൂരം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റില് നല്ലൊരു സീരിയല് വന്നു. അതിന്റെ ടൈറ്റിൽ സോങ് ആയിരുന്നു. ശരത്തേട്ടന്റെ കൂടെ തന്നെയാ പാടുന്നത്. ശരത്തേട്ടന്റെ കൂടെ പാടുന്ന ഒരു ഡ്യുവറ്റ് സോങ് ആയിട്ടായിരുന്നു വന്നത്. ശരത്തേട്ടൻ എന്നെ ഡയറക്റ്റ് വിളിച്ചു. പിന്നെ എൻ്റെ അടുത്തൊരു പാട്ട് നിന്നെ പാടിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ പോയി, ഞാനും അച്ഛനും കൂടെ പോയി. ഈ പാട്ട് എന്താ നീല നീല കാട് പൂക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടഫ് പാട്ടാ, ശരത്തേട്ട പാട്ടാണ്. അവിടെ ചെല്ലുമ്പോ ശരിക്കും തോന്നുന്നു മലയാളം വരികൾ കിട്ടിയിട്ടില്ല, തമിഴ് ലിറിക്സ് വെച്ചിട്ടാണ് ട്യൂൺ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് പാടാൻ തുടങ്ങുന്ന തൊട്ട് മുമ്പ് വരികളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പാടിച്ചു. അതൊരു വലിയ എക്സ്പീരിയൻസ്. ശരത്തേട്ടൻ മുമ്പിൽ നിന്ന് പാട്ട് പറഞ്ഞു തരും, പാടുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെന്നൈയിൽ ജാനകി അമ്മയുടെ ഒരു 18 പാട്ട് പാടുന്ന ഒരു പ്രോഗ്രാംസ്, 18 പാട്ടോളം പാടി. അവിടെ ഒരു സ്റ്റുഡിയോയിൽ ഇതുപോലെ നമ്മൾ പിന്നെ പാട്ട് നേരത്തെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് പിന്നെ ഷൂട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ദിവസം സ്റ്റേ ചെയ്തു. പിന്നെ കൈതപ്രമാഷിന്റെ മകൻ ദീപാങ്കരനായിട്ടൊക്കെ പ്രോഗ്രാംസ്, അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡിയോയിലെ റെക്കോർഡിസ്റ്റ് സച്ചിൻ എന്തോ പേര്, പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഇവിടെ സെറ്റിൽ ആകാൻ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിക്കുക, ഇവിടെ ഒരുപാട് ചാൻസ് ഉണ്ട്. അവർക്ക് ഭയങ്കര ബഹുമാനമാണ്, തമിഴർക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക, നല്ല ശബ്ദമാണ്, നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞു. ശരത്തേട്ടനും പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ എങ്ങനെയാ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ദൂരദർശൻ്റെ ഒരു റെക്കോർഡിങ്ങും കൂടെ വന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാനും അച്ഛനെങ്കിൽ നാട്ടിലേക്ക് പോരുന്നു. പലപ്പോഴും ഇതൊക്കെയാണ് നമ്മളെ മ്യൂസിക്കിന് വേണ്ടി നമ്മൾ അതൊരു പാഷനായിട്ട് നമ്മൾ അതിനു വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ലെവലിൽ എത്താൻ കഴിയുള്ളൂ. കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും. അത് മിസ്സായി പോയി കഴിഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന സമയത്ത് നമ്മളത്
പ്രയോജനപ്പെടുത്തുക, അത്രേ പറ്റും. പിന്നീട് നമുക്കത് കിട്ടും എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ചിത്ര ചേച്ചിയും പറഞ്ഞു, നിനക്ക് ചെന്നൈയിൽ വന്ന് താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നീ കുറച്ച് സിറ്റിയിലോട്ടാണ് താമസിക്കുക, അവിടെയൊക്കെ നിന്നാൽ എങ്ങനെയാ ചാൻസ് കിട്ടുന്ന എന്ന് അന്ന് പറയും. അന്ന് ജ്യോത്സ്ന, മഞ്ജരി, ഈ ഒരു സിംഗേഴ്സ് ആരും വന്നിട്ടില്ല ഫീൽഡിൽ ആ ഒരു ടൈമിലല്ലേ. അപ്പോൾ വേണ്ട വിധം അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തേനെ. ചിത്ര ചേച്ചിനെ എവിടെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കണ്ട ഒരു നിമിഷം എപ്പോഴായിരുന്നോ? ഒരുപാട് ട്രാക്കുകളൊക്കെ പാടി ചിത്ര ചേച്ചിനെ കാണാൻ പോയത് അത് ശരത്തേട്ടനെ പാട്ട് പാടാൻ ഞാൻ പോയില്ലേ. ആദ്യമേ ട്രാക്കുകൾ കേട്ട് എന്റെ ശബ്ദം മാത്രം ചിത്ര ചേച്ചി കേൾക്കുന്നുണ്ട്. നമ്മൾ വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞു മോളൊക്കെ ഉള്ള സമയത്ത്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു ആ സമയത്താ. രാത്രി ഒരുപാട് ലേറ്റായിട്ട് വിളിക്കാവുള്ളൂ. ചേച്ചിക്ക് ഒത്തിരി ലേറ്റായിട്ട് വിളിച്ചാൽ സ്വസ്ഥമാവുമല്ലോ അവിടെ കാര്യമൊക്കെ. അപ്പൊ അപ്പോഴും ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ശരത്തേട്ടൻ ഇങ്ങനെ പാടാനായിട്ട് വിളിച്ചത്. അപ്പൊ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുന്നു. അന്ന് ആ സമയത്ത് സൂര്യ TV-യിൽ സോമശേഖരൻ മാഷിന്റെ ലയസ്വര മാധുരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ടൈറ്റിൽ സോങ് ഞാനും സന്തോഷ് കേശവേട്ടനും കൂടെ ആയിരുന്നു പാടുന്നത്. ആ പാട്ടും ചിത്ര ചേച്ചി കേൾക്കുന്നുണ്ട്. ചാനലിൽ വരുന്ന പാട്ടുകൾ ചേച്ചിയും കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് കേൾക്കുന്നു. ചേച്ചിക്ക് ആ പാട്ട് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ശരത്തേട്ടൻ്റെ പാട്ട് പാടിയതിന് ശേഷം നമുക്ക് ചിത്ര ചേച്ചി നേരിട്ടൊന്ന് കാണാം, എനിക്ക് ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്തേട്ടനും എൻ്റെ ഫ്രണ്ട് ഷീബയും ഞാനും കൂടെ പോയി. അങ്ങനെ അവിടെ ചെന്ന് ചേച്ചിയെ കണ്ടിട്ട് ശോഭയാണ് എന്ന് പറഞ്ഞപ്പോൾ ചിത്ര ചേച്ചി അറിയോ, അയ്യോ ഇതാരാണിത്, ഞാനിന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു തന്നു, ചായയൊക്കെ വരുത്തി. കല്യാണം കഴിഞ്ഞിട്ടില്ല? അത് കല്യാണം കഴിഞ്ഞിട്ടില്ല, ചെറിയ കുട്ടി, കല്യാണത്തിന് മുന്നേ. അപ്പോൾ ചേച്ചി കെട്ടിപ്പിടിച്ചു, നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു. വീട്ടിൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തെ വിളിച്ചു, ഇതാരാണെന്ന് അറിയോ എന്നൊക്കെ. എന്നിട്ട് ഞാൻ പാടിയ പാട്ട് പാടി. അപ്പൊ ചാനലിൽ വന്നോണ്ടിരിക്കല്ലേ ലയസ്വര മാധുരി പാട്ട്. ആ പാട്ട് ചേച്ചി തന്നെ പാടി കേൾപ്പിച്ചിട്ട് ഈ പാടിയ ആളാണ് ഇതായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അത്ര സ്നേഹം തന്നു. പിന്നെയും നീ എന്താ ഇവിടെ വന്ന് താമസിക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത് പിന്നെ നമ്മൾ എത്ര വർഷത്തിന് ശേഷമാണ് പിന്നെ അന്ന് എനിക്കൊരു ഫോട്ടോ ഒക്കെ തന്നു, എഴുതിയൊക്കെ തന്നു, കരിയറൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണം, നന്നായിട്ട് നല്ല ഇരിക്കായി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തന്ന ആ ഫോട്ടോ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ഞങ്ങള് സമത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചിത്രേച്ചി മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് ഗ്യാപ്പ് വന്നപ്പോ കോള് ചെയ്യലങ്ങ് നിന്നു, തിരക്കുകളായി, വിളിച്ച കിട്ടാതെയൊക്കെ ആയി ചേച്ചിയെ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാപ്പ്. മെയിൻ ആയിട്ടും നമ്മളൊക്കെ ഇപ്പൊ ഈ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് എല്ലാം അപ്പോഴപ്പോഴപ്പോഴും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ലാൻഡ് ഫോൺ, അതും ലാൻഡ് ഫോൺ ഇല്ലാത്ത കാലത്തും അത്തേന്ന് നമ്മൾ പാടി തുടങ്ങിയല്ലേ. ആ സമയത്തൊക്കെ ഒരു റെക്കോർഡിങ്ങിന് വിളിക്കണമെങ്കിലൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആരോട് ആരെ അറിയിക്കാനാ, ആ ഒരു അവസ്ഥകളൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫോണില്ലാത്ത സമയത്ത്, നമ്മുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ലാത്ത സമയത്ത് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഫോൺ വന്നിട്ട് അവിടുന്ന് അവരെ അറിയിച്ചിട്ടൊക്കെ റെക്കോർഡിങ്ങിന് പോകേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വേറെ എവിടത്തെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എവിടത്തെങ്കിലും നമ്പർ കൊടുക്കും, ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുമൊക്കെ നമ്പറുകൾ കൊടുത്തിട്ട് അവിടെ വിളിച്ചിട്ട് മോൾക്കൊരു റെക്കോർഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പോയിട്ടുള്ള അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ലാൻഡ് ഫോണൊക്കെ അതിന് ശേഷം പിന്നെ നമുക്ക് ആ നമ്പർ തന്നെ കൊടുക്കാം. പിന്നെ നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ ചെന്നിട്ടല്ലേ നമുക്ക് അവിടുത്തെ നമ്പർ കൊടുത്താലല്ലേ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ഒരു സഹായല്ലേ. ഇപ്പൊ എന്ത് സ്പീഡിലാ കാര്യങ്ങൾ നടക്കണ. പാട്ട് പഠിത്തം പോലും റെക്കോർഡിങ് തന്നെ പാട്ട് അയച്ചു തരിക, മ്യൂസിക് ഡയറക്ടർ പോലും ഇല്ല, പാടി അയക്കാനാ പറയണേ. മ്യൂസിക് ചെയ്തവരില്ല, ആരും ഇല്ല, നമ്മൾ തന്നെ ജഡ്ജ് ചെയ്ത് പാടി അങ്ങ് അയച്ചു കൊടുക്കണം. അവസ്ഥയൊക്കെ എത്തി. ചിത്രേച്ചിനെ എന്നിട്ട് സമത്തില് കണ്ടപ്പോ മനസ്സിലായി, കണ്ടു പിന്നെ സംസാരിച്ചു? സമത്തില് ജെറി മാഷിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു അന്ന്. ഞാൻ നമ്മുടെ മീറ്റിങ്ങിന്, സമത്തിന്റെ മീറ്റിംഗ്, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വന്നപ്പോ
ഞാൻ അടുത്ത് നിന്ന് കുറച്ച് നേരം ഇങ്ങനെ പഴയ കാര്യമൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ പാട്ട് അന്ന് ട്രാക്ക് പാടിയ ശോഭയാണ്, നമ്മൾ എപ്പോഴും വിളിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചി ഇങ്ങനെ ഇട്ടിട്ട് ഉമ്മ തന്നു പിടിച്ച്. ചേച്ചി പറഞ്ഞു എത്ര നാളായി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് എവിടെയാ അഞ്ചലിലെ ശോഭ എവിടെയാണ് ഇപ്പൊ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇപ്പൊ ഇതില് സമത്തിലായല്ലോ, സമത്തില് മെമ്പർ ആയല്ലോ, അപ്പൊ അതിന്റെ സന്തോഷമായി. അപ്പൊ വീണ്ടും ഞങ്ങൾക്ക് പുതുക്കാനുള്ള അവസരം കിട്ടി. വർഷങ്ങൾക്ക് മുമ്പ് അത് തുടരാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം. പിന്നെ ഇപ്പൊ സമത്തില് ജോയിൻ ചെയ്തപ്പം വലിയൊരു എന്താ പറയാ നല്ല സംഘടനയാണ് കേട്ടോ. എല്ലാരും ഒരുപാട് പാട്ടുകാരന്മാരും നമുക്ക് പണ്ടത്തെ ഓർമ്മ പുതുക്കലൊക്കെ അതെ ഞങ്ങളെല്ലാരും ഒരു മനസ്സോടെയാണ് അവിടെ. എല്ലാരും മനസ്സിൽ സംഗീതം മാത്രം. അതെ അതെ അതെ. ചിത്രേച്ചിക്ക് വേണ്ടി കുറെ ഈ ട്രാക്സ് പാടിയതൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഈ പാട്ടിന് ഏഷ്യാന്റെ അവാർഡ് ഉണ്ടായിരുന്നു ചേച്ചിക്ക്. സ്വന്തത്തിലെ പാട്ടിന് ആരോമലമ്പിളി പൈതല് മികച്ച ഗായികയുള്ള അവാർഡ് ഉണ്ടായിരുന്നു ചേച്ചി. അതാണ് ഞാൻ ട്രാക്ക് പാടിയെന്ന് പറഞ്ഞു. നമ്മള് പാടിയ പാട്ടിന് അവാർഡൊക്കെ കിട്ടുക ഭയങ്കര സന്തോഷമല്ലേ അല്ലേ? ആ ഇടയ്ക്ക് പത്രത്തിലൊക്കെ വന്നു ശോഭയുടെ ട്രാക്കിൽ ചിത്രയ്ക്ക് അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹം. അതെ അതെ അതെ. പിന്നെ രവീന്ദ്ര മാഷിന്റെ പ്രോഗ്രാംസുകൾക്ക് പാടാൻ വിളിച്ചു, അത് പാടിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. മാഷ് എനിക്കിന്ന് മാഷ് ഒരു സിനിമയിൽ കളഭം എന്ന് പറയുന്ന മൂവിയിൽ എനിക്ക് പാട്ട് തരാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അടുത്ത സമയത്താണ് ഹോസ്പിറ്റലായത്. ഞങ്ങൾ എറണാകുളത്ത് വരണം, പിന്നെ നേരിട്ട് വരണം, നീ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിവിടെ എറണാകുളത്ത് വന്നു. നാളെയുടെ വാനമ്പാടികൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, സൂര്യ TV യുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ജീവൻ TV യുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ പാടാനായിട്ട് വരുമ്പോൾ സാറിനെ വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്ര ചേച്ചി ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, നിനക്ക് കരിയറിൽ ഭയങ്കര ചേഞ്ച് ആയിരിക്കും മാഷിൻ്റെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞാൽ, അതുകൊണ്ട് നീ എത്രയായാലും മാഷിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അതൊരു വലിയ ഭാഗ്യമാണ്. അത് കിട്ടുന്നത് എനിക്കൊക്കെ എത്രത്തോളം പാട്ടുകളാണ് മാഷിൻ്റെ പാട്ടുകൾ കിട്ടിയതിലാണ് ഞങ്ങളൊക്കെ ഇത്ര ഇതായത്. ആ ഒരു ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും മാഷിനെ ഇങ്ങനെ കഴിവതും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മാഷ് പറഞ്ഞു, നീ എറണാകുളത്ത് വരുമ്പം നേരിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുന്ന് വിളിക്കുക. മാഷിനെ വിളിക്കുമ്പോൾ മാഷ് മോനാണ് എടുത്തത്, ഹോസ്പിറ്റലിലാ. ഞങ്ങൾ ഇന്ന് ഇവിടെ വെയിറ്റ് ചെയ്താൽ മാഷിനെ കാണാൻ പറ്റുമോ, നാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നാണ് ഈ അന്നത്തെ അസുഖമൊക്കെ അറിയുന്ന സമയമാണെന്ന് തോന്നുന്നു. അധികം ഉണ്ടായില്ലല്ലോ. പിന്നെ ആ സങ്കടത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ഈ ന്യൂസ് കാണുമ്പോഴാണ് അറിയുന്നത്. അതോടുകൂടി സത്യം പറഞ്ഞാൽ വല്ലാതെ അങ്ങ് തകർന്നു. മാഷിൻ്റെ ഒരു പാട്ട് പാടാനൊരു അവസരം കൈ വന്നതല്ലേ. പിന്നെ മാഷ് മരിച്ചു കഴിയുമ്പോൾ പിന്നെ അത് ആർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നു ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാരോ ഒരു പ്രൊഡ്യൂസറുടെ വൈഫ് പാടിയൊരു പാട്ട് കളഭം സിനിമയിലായിരുന്നു. എനിക്കൊരു പാട്ട് തരാന്ന് പറഞ്ഞു. പക്ഷെ പ്രോഗ്രാംസിൽ പാടിച്ചിട്ടുണ്ട് മാഷ്. ജയചന്ദ്ര മാഷിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാഷ് ഒത്തിരി എല്ലാവരും അറിയപ്പെടണം, ഇങ്ങനെ ഒരു പാട്ടുകാരി ഉണ്ടെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് മാഷ് ഒത്തിരി ആഗ്രഹിച്ച് വിളിച്ച് പാടിച്ച് വാർമുകിലെ പാടാൻ വിളിച്ച ഒരു പ്രോഗ്രാം, ട്രിവാൻഡ്രത്തെ ഒരു പ്രോഗ്രാമിൽ വാർമുകിലെ എന്നുള്ള പാട്ട് പാടാൻ റിഹേഴ്സലിൽ പോലും നീ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒത്തിരി സ്നേഹിച്ച് എനിക്ക് അവസരം തന്ന് നന്നാക്കണം, നല്ലതാക്കി ഒരു ഗായികയെ കൊണ്ടുവരണം എന്ന് വിചാരിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് മാഷ്. പക്ഷെ അമ്മയ്ക്ക് വലിയ കാര്യമാണ്, ശോഭ അമ്മയ്ക്കൊക്കെ അറിയാം. രവീന്ദ്ര സംഗീതോത്സവത്തിൽ 5 വർഷമായിട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമുക്കൊരു തലവരുണ്ടല്ലോ, അതാണ് നമുക്ക് നല്ല പാട്ടുകൾ കിട്ടുക, ഒരു ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരെ കാണാനും അവരെ കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്. ശരത്തേട്ടന്റെ ഈ പാട്ട് പാടാൻ ചെല്ലുമ്പോ ശരത്തേട്ടന്റെ ആ പാട്ട് പാടി കഴിയുമ്പോ ശരത്തേട്ടൻ എന്നോട് പറഞ്ഞു, പിന്നെ നിനക്ക് ഞാനൊരു പേരിടുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു പുതിയ പേര്. കോമഡി ചോദിച്ചു, ഷിബടൊക്കെ ചോദിച്ച് നടക്കും, ഇത് എന്താണ് എൻ്റെ പേര്. അപ്പൊ സീരിയൽ വരുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞു.
അതുവരെ ടെൻഷനാ കേട്ടോ, ഈ എന്റെ പേരെന്താന്ന് അറിയാത്ത ശോഭ എന്നുള്ള പേരൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയല് പാട്ട് വന്നപ്പോ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോ ശരത്ത് ശിവാനിന്ന്, ശോഭ ശിവാനി ഇല്ല ശിവാനിന്ന് മാത്രം. അപ്പൊ അതുവരെ ശോഭ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതുവരെ ബി ശോഭ എന്നാണ് ശരിക്കും ആകാശവാണിയിലൊക്കെ ബി ശോഭയാണ് അറിയണത്. ശോഭ എന്ന് മാത്രം. അപ്പൊ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്താണല്ലോ പഠിത്തം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ടീച്ചേഴ്സുമായിട്ട് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. ഫൈനൽ ഇയർ ആണ്. അപ്പോഴാണ് ഈ പേരിടൽ വന്നത്. അപ്പൊ ശരത്തേട്ടന് ഇട്ട പേരല്ലേ, അത് കളയാൻ പറ്റത്തില്ല എനിക്ക്. അപ്പൊ അച്ഛനും ഇട്ട പേര് മാറ്റാൻ പറ്റുമോ? അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ടീച്ചറോടൊന്ന് ചോദിക്കാന്ന് ഓർത്ത്. അപ്പൊ ഇത് ഈ രണ്ടുപേരും കൂടെ അപ്പൊ ചിത്ര ചേച്ചിയോട് അപ്പൊ ആ സമയത്ത് വിളിക്കുമല്ലോ, ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ശിവാനിയൊക്കെ എന്തിനാ, ശോഭ പോരെ എന്ന് പറഞ്ഞു. പക്ഷെ ഭാവന ടീച്ചർ ഒക്കെ പറഞ്ഞു ഒരു ഗുരുവല്ലേ, മ്യൂസിക് ഡയറക്ടർ അല്ലേ, ശരത്ത് ഇട്ട തന്ന പേരല്ലേ, അത് കളയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ. ആ സമയത്ത് എന്തെങ്കിലും റെക്കോർഡിങ് ഈ പറയുന്ന പോലെ ഡബ് മൂവിയൊക്കെ വരുമ്പോ പാടുമ്പോ പാട്ടിനകത്തെല്ലാം ശിവാനി കൊടുക്കും. പിന്നെ ആകാശവാണിയിൽ ഇങ്ങനെ എന്ത് വേണമെന്ന് അറിയത്തില്ല. പിന്നെ നോക്കി നമ്മള് ശോഭ ശിവാനിന്നാക്കി. അങ്ങനെ ചെയ്തപ്പോ പലരും നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു തീരുമാനമായിരുന്നു അങ്ങനെ. കാര്യം എന്ന് വെച്ചാ നമ്മുടെ ശരിക്കുള്ള പേര് എന്തായാലും അച്ഛനും അമ്മയും തന്ന പേരാണ്, അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ നല്ലതല്ല. അതങ്ങനെ ഇരിക്കട്ടെ, എൻ്റെ ഒരു ഗുരു തന്ന പേര് ഇരിക്കട്ടെ. അപ്പൊ രണ്ടുപേരും കൂടെ ശോഭ ശിവാനി. ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല, ആരെയും സങ്കടപ്പെടുത്തുന്നു. ആ പേര് അങ്ങനെ ശോഭ ശിവാനിയായിട്ട് പിന്നീട് അങ്ങോട്ട് ശോഭ ശിവാനിയായിട്ട് ഇപ്പൊ ഗുരുക്കന്മാര് പറഞ്ഞ അരുന്ധതി ടീച്ചറും ഭാവന രാധാകൃഷ്ണൻ, ഒരുപാട് ഗുരുക്കന്മാര്. പിന്നെ മ്യൂസിക് ആദ്യം എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ് സപ്തസ്വരങ്ങളൊക്കെ പറഞ്ഞ തുടക്കം, ഗീത എന്ന് പറയുന്ന ചേച്ചി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാബു നരേന്ദ്രൻ എന്ന് പറയുന്ന നാട്ടിലുള്ള സാറ് ടീച്ചറാണ്, സ്കൂൾ മാഷാണ്. സാറിൻ്റെ അടുത്താണ് പഠിച്ചതും പിന്നെ അരങ്ങേറ്റം നടത്തിയതും എല്ലാം. 7th തൊട്ട് അവിടെ പഠിക്കുന്നുണ്ട് പ്രൈവറ്റായിട്ട്. പിന്നെ പ്രീ ഡിഗ്രി ആയപ്പോൾ SM കോളേജിൽ ചേർന്നല്ലോ. പിന്നെ കോളേജിൽ ഇവരൊക്കെ അല്ലേ, അവരൊക്കെ ഏറ്റവും നല്ല ഗുരുക്കന്മാരല്ലേ. അരുന്ധതി മിസ്സിന്റെ ക്ലാസ് അധികം കിട്ടിയിട്ടില്ല. മിസ് ചെന്നൈക്ക് പോയായിരുന്നു, 5 വർഷം കോളേജിലുണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോഴും എൻ്റെ പാട്ടൊക്കെ കേട്ടാൽ മെസ്സേജ് കമന്റ് ചെയ്യും ഒക്കെ ചെയ്യും, മെസ്സേജൊക്കെ അയക്കും. ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏതാ? മലയാളം പഴയ പാട്ടുകളാണോ? സിംഗേഴ്സ് ഒക്കെ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ്? പഴയ പാട്ടുകളൊക്കെ കേൾക്കും. ജാനകിയമ്മയുടെ പാട്ടൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ജാനകിയമ്മയുടെ പാട്ടായിരുന്നു അച്ഛൻ എപ്പോഴും പാടിക്കുന്ന, ഉണരുണരു ഉണ്ണിപ്പോവ്, എവിടെ പോയാലും അത് പാടണമെന്ന് പറയായിരുന്നു. പക്ഷെ ചിത്ര ചേച്ചിയുടെ പാട്ടുകളാ. പിന്നെ ഞാനൊരു സമയം കഴിഞ്ഞ രവീന്ദ്രമാഷിന്റെ പാട്ടിനോടുള്ള ഇഷ്ടം വന്നില്ലേ, പുലർക്കാല സുന്ദര, അവിടെ തൊട്ട് ഇങ്ങോട്ട് ചിത്ര ചേച്ചിയുടെ പാട്ടുകളോ അത് നോക്കിന്ന് പഠിക്കും. മിക്ക പാട്ടും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നത് രവീന്ദ്രമാഷ പാട്ടായിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ചേച്ചിയുടെ പാട്ടിനോട് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്, ചേച്ചിയുടെ ശബ്ദത്തോടും ഒക്കെ. എല്ലാ സിംഗേഴ്സിനെയും ഇഷ്ടമാണ്. ചേച്ചിനെ കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് എന്താ മനസ്സിൽ വരുന്നത്? ഒരു സിംഗറാണോ, ഒരു ചേച്ചിയാണോ? നമുക്ക് ഒരുപാട് മുഖങ്ങൾ ചിത്രേച്ചിയെ കുറിച്ച് പറയുമ്പോ എല്ലാണ്. എനിക്ക് ദൈവത്തെ പോലെയാണ്. എനിക്ക് ചിത്ര ചേച്ചി, ശരത്തേട്ടൻ പറയും, അന്ന് പാടാൻ ചെന്നപ്പോഴൊക്കെ ശരത്തേട്ടൻ ചിത്ര ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചു, ഇപ്പൊ ചാൻസ് കൊടുത്തേക്കുന്ന അതേത് ഗായികയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അന്ന് ചിത്ര ചേച്ചി പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. അയ്യോ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാല് പിന്നെന്താ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു കൊച്ചാണ്. എന്നുവെച്ചാല് എന്നെ ചിത്രപ്രാന്തി എന്നൊക്കെ വിളിക്കായിരുന്നു കോളേജില്. അത്രയ്ക്ക് ഇഷ്ടം ചിത്ര ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടം. എവിടെങ്കിലും കാണാനൊരു അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ കരച്ചില്ല. ക്ലാസ്സിൽ ഇരുന്ന് അത് ഓർത്ത് കരയും. കാര്യം മെൻസിൽ പ്രത്യേകിച്ച് മെൻസ് ഉണ്ട്,
അവിടെ എന്തോ ഫംഗ്ഷന് ചേച്ചി വന്നു. കറക്റ്റ് ആ ദിവസം തന്നെ എനിക്ക് ഒരു റെക്കോർഡിങ് എന്തോ ഉണ്ടായിരുന്നു. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ഞാൻ പോയിരുന്നപ്പോ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, ഓ ഇപ്പൊ അവളെ പാടൂല. വന്നപ്പോ അന്ന് ചിത്ര ചേച്ചി എല്ലാരും പോയി കണ്ടതും തൊട്ടതും പിടിച്ച് എല്ലാം പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാണാൻ പറ്റിയില്ല. ചിത്ര ചേച്ചി എനിക്കൊന്ന് തൊടണം, ചേച്ചിയുടെ വീട്ടിലെ ഒരു ജോലിക്കാരിയായ പറഞ്ഞ അങ്ങനെ ഭയങ്കര പ്രാന്തമായ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ഇത്രയും വലിയ കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇപ്പൊ പ്ലേ ബാക്ക് സിംഗിന്റെ കൂടെ തന്നെ കുറെ ആൽബം സോങ്സും സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ടല്ലോ. ഒരുപാട് പാടിയിട്ടുണ്ട്, ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഹിന്ദു ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ ഒക്കെ കുറെ പാടിയിട്ടുണ്ട്. അതിൽ ഒരു ക്രിസ്ത്യൻ സോങ് കുറച്ച് പോപ്പുലറായി വന്നു, കുറേ വ്യൂവേഴ്സ് വന്നു. കണ്ണെത്താ ദൂരത്തൊരു രാജ്യമുണ്ടെന്ന് പറയാം. നന്നായിട്ടത് വിഷ്വല് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിതേഷ് ചെമ്പരത്തി അവരുടെ വരികൾക്ക് ജെയിൻ വാഴക്കുളം ചേട്ടൻ്റെ മ്യൂസിക്കിലാണ് പാടിയത്. അതെനിക്ക് ഷിയാസക്കയാണ് ആ വർക്ക് എനിക്ക് തന്നത്. മധുചേട്ടൻ ഷിയാസക്കയോട് പറഞ്ഞു ശോഭയ്ക്ക് പാട്ടുകളൊക്കെ കൊടുക്കണം, വർക്ക് കൊടുക്കണം എന്നൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷിയാസക്ക ഒത്തിരി വർക്കുകൾ പാടിച്ചിട്ടുണ്ട്. അജയ് ജോസഫ് ഏട്ടൻ്റെ പാട്ട് പാടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഡിവോഷണൽ സോങ് കണ്ണെത്താ ദൂരത്തൊരു രാജ്യമുണ്ട്, ഹൃദയമെത്തും ദൂരത്താ രാജാവുണ്ട്, കൃപയാണ് രാജാവിൻ കിരീടമെന്നും, വചനമാണ് രാജാവിൻ നീതിയെന്നും, സ്നേഹമാണ് രാജാവിൻ ഭാഷയെന്നും, സ്നേഹമാണ് രാജാവിൻ ഭാഷയെന്നും. എന്നൊരു പാട്ടാണ്. നല്ല വിഷ്വലും നല്ല വരികളും നല്ല പാട്ടായിരുന്നു അത്. ആ പാട്ട് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ഡിവോഷണലിൽ കിട്ടിയ പാട്ടുകളിൽ ഏറ്റവും നല്ല ഒരു സ്ഥാനം കിട്ടിയൊരു പാട്ട്. പിന്നെ വേറെ ആരുടെയൊക്കെ മ്യൂസിക് ഡയറക്ഷനിലാണ് പാട്ടുകൾ പാടിയിരിക്കുന്നത്? പിന്നെ ജാസ് ചേട്ടൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. മാഫി ഡോണ എന്ന് പറയുന്ന മൂവിയിൽ പാടിയിട്ടുണ്ട്. ജാസേട്ടന്റെ കൂടെ പാടിയിട്ടുണ്ട്? അല്ല, ചേട്ടന്റെ കമ്പോസിംഗിൽ പാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ആഗ്രഹം ജാസ് ചേട്ടന്റെ കൂടെ ഒരു പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമാണ്. ഇതുവരെ പാടാനുള്ളൊരു ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ് ചേട്ടന്റെ വോയിസിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. ലജ്ജാവതി വന്നപ്പോ തൊട്ടേ തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. അപ്പൊ ജാസ് ചേട്ടന്റെ കൂടെ ഒരു ഡ്യുവറ്റ് സോങ്, എന്റെ ഒരു ശബ്ദം വരണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ജാസ് ചേട്ടൻ ഇത് കേൾക്കുകയാണെങ്കിൽ പാടാൻ പറ്റി. ഇത് കേൾക്കുകയാണെങ്കിൽ ആഗ്രഹം പെട്ടെന്ന് സാധിക്കട്ടെ. അതെ, നമ്മളെനിക്കൊന്നും കുറെ നേരം സംസാരം തന്നെയായിരുന്നു. പാട്ടൊന്നും പാടിയില്ല. ഈ ആൾക്കാര് തല്ലിക്കൊല്ല എന്നെ പാട്ട് പാടിപ്പിച്ചില്ലെങ്കിൽ. ചിത്രചേച്ചിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തല്ലോ. ഇത്രയും ചിത്രചേച്ചിയുടെ കട്ട ഫാനാണല്ലോ. അപ്പം ഇഷ്ടമുള്ള ഒരു പാട്ട്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന രവീന്ദ്ര മാഷിന്റെ പാട്ട്, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി, വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സോങ് ആണിത്. എത്ര കേട്ടാലും നമുക്ക് പിന്നെയും കേൾക്കണം എന്ന്. ആ സിനിമയാണെങ്കിലും സിനിമ അങ്ങനെയാണ്, ഒരു വല്ലാത്ത ഇപ്പോഴും ആ പാട്ട് അല്ലേ, എൻ്റെ ഒരു ഓർക്കസ്ട്രേഷനും എല്ലാം നല്ല രസമുള്ളൊരു ആ രാഗവും അങ്ങനത്തെയാണ്. മലയമാരുത രാഗം നല്ല രാഗമാണ്. എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും എന്താ പറയാ, അപ്പം എല്ലാം ബാൻഡിലോ ഇൻഡിപെൻഡന്റ് ട്രാക്സ് ബാൻഡുകളൊക്കെ ആണല്ലോ ഇപ്പൊ എല്ലാരും. ഇനിയുള്ളത് അങ്ങനെ ആയിരിക്കുമല്ലോ, ഇനി എല്ലാം സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? തിര എന്നാണ് എൻ്റെ പേര്. അപ്പൊ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമല്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാലത്തിനനുസരിച്ച് മാറണ്ടേ. അതുകൊണ്ട് ഒരു ബാൻഡ്
സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പൊ ബോംബെയിലും ദുബായിലും ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിവതും സ്ഥിരമായിട്ട് ആർട്ടിസ്റ്റുകൾ വേണം. അത് ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പാണ് ഇപ്പൊ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതുവരെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. നമുക്ക് സ്ഥിരമായിട്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അത്രയും പ്രോഗ്രാംസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് സ്ഥിരം ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ബാൻഡിൽ സ്ഥിരമായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ കണ്ടിന്യൂസ് അവർക്ക് പ്രോഗ്രാം നമ്മൾ കൊടുക്കണം. അതെ. ഫാമിലിയെ കുറിച്ചിട്ട് അച്ഛൻ പിന്നെ ഫിസിഷ്യനാണ്. അമ്മ ഖാദിയായിരുന്നു. എന്ന് വെച്ചാൽ കഥാപ്രസംഗം ഒക്കെ പറയുമായിരുന്നു. അമ്മ മ്യൂസിക് പഠിച്ചതാണ്, പിന്നെ ഹയർ ആൻഡ് ലോവർ പഠിച്ചതാണ്. മദ്രാസ് അക്കാഡമിയുടെ എക്സാം ഒക്കെ എഴുതി പാസ്സായതാണ്. അമ്മയ്ക്ക് സ്കൂളിൽ ജോലിയൊക്കെ ഓക്കെ ആയി വന്നതാണ്. അപ്പം അച്ഛൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ മിലിറ്ററിയിലായിരുന്നു, അതുകൊണ്ട് അന്ന് ജോലിക്കൊന്നും വിടാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് അമ്മ ഇത് പ്രൊഫഷൻ ആക്കി സ്വീകരിച്ചത്. കാര്യം എന്ന് വെച്ചാൽ ഈ കഥാപ്രസംഗം നല്ല രീതിയിൽ പറയാൻ മിടിക്കായിരുന്നു. അപ്പോൾ പാടുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ സാംബശിവൻ സാറിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരേ വേദികളിൽ തന്നെ അമ്മയും കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വരുന്ന സമയത്താണ് ഈ 4 മക്കളും ഇങ്ങനെ പെൺകുട്ടികളും അങ്ങ് ആയി വരുമല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടായി പ്രോഗ്രാംസിന് പോകാൻ ബുദ്ധിമുട്ടായി. പിന്നെ കുറേയൊക്കെ ആകുമ്പം പറയുകയും പാടുകയൊക്കെ ചെയ്തപ്പോൾ അമ്മയ്ക്കും വലിയ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴാണ് അമ്മ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിലെ അമ്മയുടെ ഒരു പാട്ടിന്റെ ഇതാണ് എനിക്ക് ഭാരതിക്കുട്ടി. പിന്നെ ബന്ധുക്കൾ കുറെ ആൾക്കാരെല്ലാം ഫീൽഡിലൊക്കെ ഉള്ളവരാണ്. 4 സിസ്റ്റേഴ്സ്. ഇപ്പം ശോഭ എത്രാമത്തെയാ? ഞാൻ മൂന്നാമത്തെ. 4 പേരും പാട്ട് പാടും. അവരൊക്കെ കോളേജിലൊക്കെ അത്യാവശ്യം പാടുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രൊഫഷൻ ആക്കി എടുത്തിട്ടില്ല. പിന്നെ മൂത്ത ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം ഉടനെ തന്നെ മാരേജ് ചെയ്തു വിട്ടു. അത് കാരണം പിന്നെ ചേച്ചി ആ മ്യൂസിക് അങ്ങ് വിട്ടു. അന്ന് പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഈ 4th വന്നപ്പോഴല്ലേ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും പിന്നെ എൻ്റെ കാര്യത്തിലോട്ടായല്ലോ കൂടുതലും. മോളിപ്പോ ഏത് സ്റ്റാൻഡേർഡിലാ? മോളിപ്പോ 8th കാർഡിനലിലാണ് അവള് പഠിക്കുന്നത്. ഹസ്ബൻഡും മ്യൂസിക് അതെ, സൗണ്ട് എഞ്ചിനീയർ ആണ്. ഞാൻ പറഞ്ഞ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈവ് ഇനിയിപ്പോ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോ അപ്കമിങ് വരുന്ന പ്രോജക്ട്സ് ചന്ദനമഴ അല്ല, ഈ സ്വപ്നസുന്ദരി മൂവിയിലെ ചന്ദനമഴ എന്നുള്ള പാട്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പാടി വെച്ചിരിക്കുന്നത് കടൽ മീനുകളുടെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ചന്ദനമഴ നമുക്കൊരു 2 വരി പാടിയിട്ട്. ചന്ദനമഴ പൊഴിയും അനുരാഗ പൗർണമിയിൽ കദളി വാഴ കടവിലൂടെ തുഴഞ്ഞു വാഴകേ കരളിലാകെ കുളിരു കോരി വിരുന്നു വാസഖി മനസ്സു നീ എടുത്തു എന്നെ ആകെ നീ കവർന്നു അരുമയായി നിന്മാറിലണയാൻ ഒരുങ്ങി വന്നവൾ ഞാൻ മൃദുലമാമലർ ശയ്യയാകാൻ വിരിഞ്ഞ കുമുദിനി ഞാൻ. ഇത് സോളോ സോങ് ആണോ? ഡുവേറ്റ് ആണ്. മധുചേട്ടന്റെ കൂടെ അല്ല, ഇത് നജീബിന്റെ കൂടെ പാടിയ പാട്ട്. കടൽ മീനുകളാണ് മധുചേട്ടന്റെ കൂടെ. കടൽ മീനിലാണ് മധുചേട്ടന്റെ കൂടെ പാടും. മധുചേട്ടന്റെ കൂടെ ഞാൻ നിലാവ് പോലെ എന്ന് പറയുന്ന പടത്തില് ആദ്യ ഡുവേറ്റ് പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആര്യല പാട്ടും പാടിയത്. മധുചേട്ടന്റെ പ്രോഗ്രാമില് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ എപ്പോഴും കാണുന്നുണ്ടല്ലോ, ഈ അടുത്ത് നമ്മൾ സമത്തില് കാണുന്നുണ്ടല്ലോ. എല്ലാ ഗായകരുമായിട്ടൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. എല്ലാവിധ വിഷസും ഓൾ ദ അപ്കമിങ് പ്രോജക്ട്സിന് എല്ലാവക ആശംസകളും നേരുന്നു. ബാൻഡൊക്കെ വലിയ സക്സസ് ആൻഡ് ഹിറ്റ് ആവട്ടെ. കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ട് നമുക്കെല്ലാം. ഫേസ്ബുക്കിലും ഒക്കെ നമുക്കിപ്പോൾ ഒത്തിരി ഇൻസ്റ്റയിലൊക്കെ നല്ല കുറേ
അവസരങ്ങൾ ഉണ്ടല്ലോ അതെ. ഗായകർക്ക്. കുറച്ചുകൂടെ ഇനി ആക്റ്റീവായിട്ട് അതെ 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 വരൂ. അതെല്ലാം കുറെ പടങ്ങള് പ്രോജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഹിറ്റൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.